ഗുജറാത്തിൽ ഒരു നഗരത്തിൽ ജോലി കിട്ടി പോകാൻ തയ്യാറെടുക്കുകയാണ് ആരതി. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ടാക്സി ഉമ്മറത്ത് വന്നിട്ട് കുറച്ച് നേരമായി. മോളെ ആരതി, ഇതായി പൊതിച്ചോർ കയ്യിൽ വെച്ചോളൂ, അവിടം വരെ എത്തേണ്ടതല്ലേ. പിന്നെ മോളെ, അറിയാത്ത സ്ഥലമാണ്, സൂക്ഷിച്ചു വേണം. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനാവട്ടെ വെറും മൗനം പാലിച്ചിരുന്നു. അച്ഛന് തീരെ താല്പര്യമില്ല അത്ര ദൂരെ പോകുന്നതിനൊന്നും. പിന്നെ പഠിച്ചതെന്തിനാന്ന് എൻ്റെ ചോദ്യത്തിലാണ് അച്ഛൻ സമ്മതിച്ചത്. ബാഗെടുത്ത് വണ്ടിയിൽ വെച്ച് അമ്മയുടെ വക ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, അച്ഛൻ ഉപ്പിലിട്ടത് എന്നൊക്കെ പറഞ്ഞ്. എല്ലാ സാധനങ്ങളും വണ്ടിയിൽ വെച്ച് അച്ഛൻ കാറിൽ കയറി ഇരിക്കുന്നുണ്ട് അമ്മയോടും സഹോദരന്മാരോടും യാത്ര പറഞ്ഞിറങ്ങി. അപ്പോഴും അമ്മയുടെ മുഖത്തെ ടെൻഷൻ മാറിയില്ലായിരുന്നു. അവിടെ എത്തി സേഫാണെന്ന് അറിയുന്നത് വരെ പേടിയുണ്ടാവും. മോളെ അവിടെ എത്തിയാൽ ഉടനെ വിളിക്കണം കേട്ടോ, ഫോൺ സൈലൻ്റ് ആക്കണ്ട. ആ ശരി അമ്മേ, ബൈ. ഉമ്മറത്ത് നിന്നും കാർ പതിയെ റോട്ടിലേക്ക് ഓടിച്ചിറങ്ങി. ചെറിയ വിഷമം ഉണ്ടെങ്കിലും സഹിച്ചു പിടിച്ചു. പോകുന്ന വഴിയിൽ അച്ഛൻ കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തരുന്നുണ്ട്. ട്രെയിൻ രാത്രി 8 മണിക്കാണ്. 1754 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം എപ്പോൾ എത്തുമെന്നൊന്നും ഒരു പിടിയുമില്ല. കൃത്യം 7:00 ട്രെയിൻ കയറി. പക്ഷേ ട്രെയിനിൽ കയറി 8 മണിയാവും ട്രെയിൻ പോകാൻ. ട്രെയിൻ എടുക്കുന്നത് വരെ അച്ഛൻ കൂടെ ഇരുന്നു.